എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും. അപ്പം വിത്ത് വളരെ നന്നായാൽ മാത്രമേ കൃഷി നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ ഗുണമില്ലാത്ത വിത്ത് വാങ്ങിയിട്ട് വഴിക്ക് വെച്ചിട്ട് അയ്യോ കൃഷി നന്നാവുന്നില്ല, വളരുന്നില്ല എന്ന് നമ്മൾ ആരോടും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായിട്ടുള്ള ഇതുപോലെ കാർഷിക സർവകലാശാല, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, നമ്മളുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, കൃഷി വകുപ്പ്, ഫാമുകൾ, ഇങ്ങനെയുള്ള വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ വിത്ത് സെലക്ട് ചെയ്യുമ്പം ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് വിത്ത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിത്ത് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ. അതേസമയം ഹൈബ്രിഡ് വിത്തുകളാണ് വേണ്ടുന്നതെങ്കിൽ നമുക്ക് വിശ്വസനീയമായ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങാവുന്നതാണ്. വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നടാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ വഴിക്ക് വെച്ചിട്ട് രാസകീടനാശിനികളും രാസകുമിൾനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നത് വിത്ത് ട്രീറ്റ് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 5 ടീസ്പൂൺ എന്നുള്ള രീതി, നമുക്ക് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അപ്പോൾ 5 ടീസ്പൂൺ സൂഡോമോണാസ് ഇട്ട് കലക്കിയതിന് ശേഷം വിത്ത് പാകുന്നതാണ് ഏറ്റവും നല്ലത്. വിത്ത് മാത്രം നന്നായാലും പോരാ, നമ്മളെ മണ്ണും നന്നാവണം. എന്നാൽ മാത്രമേ കൃഷി നന്നായിട്ട് പോവുള്ളൂ. പൊടിഞ്ഞ ജൈവവളം മാക്സിമം നമുക്ക് കുഴിയിൽ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഗ്രോ ബാഗ് ആണെങ്കിലും വാങ്ങിയ ഗ്രോ ബാഗ് എല്ലാം ഫില്ല് ചെയ്ത് വന്ന ഗ്രോ ബാഗിനകത്ത് ചിലപ്പോൾ ന്യൂട്രിയൻസ് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചത്ര ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞ ജൈവവളം, അത് ഏത് ജൈവവളം ആയിക്കോട്ടെ, മണ്ണിൻ്റെ കമ്പോസ്റ്റ് ആവാം, സാധാരണ കമ്പോസ്റ്റ് ആവാം, നമ്മുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന ജൈവവളമാകാം, എന്താണെങ്കിലും പൊടിഞ്ഞതായിരിക്കണം. ആ പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുത്താൽ അത് ചെടികളുടെ വിത്ത് നന്നായി മുളക്കുന്നതിനും അതേപോലെ ആരോഗ്യത്തോടെ വളരുന്നതിനും സഹായിക്കും. അത് തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ജൈവവളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കൊമ്പൻ ചെലിയുടെ പുഴുക്കളുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ജൈവവളമേ ചേർക്കാതെ മണ്ണിൽ നടുന്നൊരവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് പൊടിഞ്ഞ ജൈവവളം. അത് നമ്മൾ ഒരു കുഴിക്കകത്ത് വെള്ളരി വർഗ്ഗ വിളകളൊക്കെ നടുമ്പോഴാണെങ്കിൽ 10 കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു 3 കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മണ്ണിരകൾ ധാരാളമായിട്ടുണ്ടാവും, സൂക്ഷ്മാണുക്കൾ ധാരാളമായിട്ടുണ്ടാവുമ്പം അവിടെ മണ്ണ് ജീവനുള്ളതായിരിക്കും. നമ്മൾ വിത്തിനും ചെടികൾക്കും വേണ്ട ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ജൈവവളങ്ങളൊന്നും ചേർക്കാതെ വിത്ത് നടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ വിത്ത് മുളക്കുന്ന സമയത്ത് പുറത്തേക്ക് കുറേ സ്രവങ്ങൾ പുറത്തേക്ക് വിടും. വിത്ത് മുളക്കുമ്പോൾ വിത്ത് ചുറ്റുള്ളവരെ അറിയിക്കും ഞാൻ മുളച്ച് വരികയാണ് എന്നുള്ളത്. ആ സ്രവങ്ങളിലൂടെ തന്നെയാണ് രോഗം ഉണ്ടാക്കുന്ന കുമിളുകളും ബാക്ടീരിയ ഒക്കെ തന്നെ വിത്തിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ അവിടെ നല്ല ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കണം. നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല സൂക്ഷ്മാണുക്കൾ, രോഗം വരുത്തുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്യേണ്ട ആൾക്കാർ അവിടെ കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ വിത്ത് നല്ല രീതിയിൽ മുളച്ചു വരുള്ളൂ. അപ്പോൾ നല്ല വിത്ത് ഉണ്ടായാൽ മാത്രം പോരാ, വിത്തിന് നല്ലൊരു സാഹചര്യം അവിടെ നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം. അതിനാണ് നമ്മൾ ആദ്യം തന്നെ സൂഡോമോണാസിൽ മുക്കി വെക്കുന്നത്. സൂഡോമോണാസിൽ മുക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ അറിയോ? വിത്ത് മുളച്ച് വരുമ്പം ചുറ്റുമുള്ള സ്രവങ്ങളിൽ ഞാൻ വിത്ത് മുളക്കുന്നുള്ള മെസ്സേജ് പുറത്ത് പോകുമ്പോൾ തന്നെ സൂഡോമോണാസ് അവിടെ ഉണ്ട്. സൂഡോമോണാസ് പറയും ഇതെൻ്റെ സാമ്രാജ്യമാണ്, ഇങ്ങോട്ട് വരേണ്ട മോനെ ദിനേശാന്ന് നമ്മളുടെ സൂഡോമോണാസ് അവിടെ പറയും. ഇനിയിപ്പോൾ നിങ്ങളെ സ്ഥലത്ത് വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ തണ്ട് ചീഞ്ഞു പോയി ചെടി പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നൊരു സ്ഥലമാണെങ്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. 100 കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളം, അത് ഏത് ജൈവവളം നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നോ അതിനകത്തേക്ക് 2 കിലോ ട്രൈക്കോഡർമ ചേർക്കുക, പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെക്കുക. 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒന്നും കൂടി നേർത്ത നനവ് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും നനഞ്ഞ ചണച്ചാക്കൊണ്ട് മൂടി വെക്കുക. ഇങ്ങനെ 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് കിലോഗ്രാമിന് 25 മുതൽ 30 രൂപ വരെ വില വരുന്ന ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം. ഇതായിരിക്കണം ചീയൽ രോഗം വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൊടുക്കേണ്ട ഏറ്റവും നല്ല ജൈവവളം. അതേപോലെ തന്നെ ഇലപ്പുള്ളി രോഗം ഉണ്ടാകുന്നൊരു സ്ഥലം, തുടക്കത്തിലേ ചെടികൾ ഒരു വളർച്ച വരാതെ നശിച്ചു പോകുന്ന ഒരു സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ എന്തായാലും പറയുക ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ജൈവവളം കൊടുക്കണം തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ പലപ്പോഴും വിത്ത് നടുമ്പോൾ വലിയ കുഴിയെടുത്ത് നടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വിത്തിൻ്റെ വലിപ്പം തന്നെയാണ് വിത്താഴം. അതായത് ഒരുപാട് ആഴത്തിൽ കൊണ്ടുപോയി വിത്ത് നടരുത്.
ഒരു വെണ്ട വിത്താണ് നടുന്നതെങ്കിൽ വെണ്ടയുടെ വലിപ്പത്തിൽ മാത്രമേ താഴോട്ട് പോകാൻ പാടുള്ളൂ. 1 ഇഞ്ച് പോലും താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മളുടെ ക്യാരറ്റും അതുപോലുള്ള വിത്തുകളൊന്നും മുളക്കാത്തതിന് കാരണം എന്താ അറിയുമോ? അവർക്ക് ആർക്കും ഈ മണ്ണിനെ തുളച്ച് പുറത്തേക്ക് വരാനുള്ള ശക്തി അതിൻ്റെ മുളകൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിത്തുകൾ പാകിയതിന് ശേഷം മുകളിലേക്ക് കൂടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് നേരിയ രീതിയിൽ, ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒരു നേരിയ രീതിയിൽ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നനയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് നട്ട് കഴിഞ്ഞാൽ മുള വരുന്നത് വരെ ഒരിക്കലും ഹോസൊക്കെ ഉപയോഗിച്ച് വെള്ളം നനയ്ക്കരുത്. പകരം റോസ് ക്യാൻ വെച്ചിട്ട് വെള്ളം നനയ്ക്കുക. അങ്ങനെ വരുമ്പോൾ വിത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുളക്കാൻ പറ്റും. ഈ വീഡിയോ എന്താ അറിയട്ടത്, പല ദിക്കിലും വിത്ത് മുളച്ച് വരുന്നില്ല. വിത്ത് വലിയ കുഴിയെടുത്തിട്ട് താഴത്തിൽ തെങ്ങും തൈയൊക്കെ നടുന്ന പോലെ ഒരുപാട് ആഴത്തിലൊക്കെ കൊണ്ടുപോയി വിത്ത് നട്ട് ആൾക്കാരുടെ ഒരു അനുഭവം കേട്ടപ്പോഴാണ് ഇത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ പുതിയ വർഷമാണ്, 2024 ജനുവരി 1. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഈ വർഷം എല്ലാവർക്കും നന്നായി തീരട്ടെ. എല്ലാവർക്കും അവരവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു അവസരം നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് തുടങ്ങാം. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും നാൾ ഇതിനൊക്കെ വേണ്ടി ശ്രമിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിനും സഹകരണത്തിനും വിശ്വാസ്യതയ്ക്കും ഒക്കെ നന്ദി പറയുന്നു. വീണ്ടും കാർഷിക വീഡിയോയുമായി ഞാൻ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.